തൃശൂരിലെ വോട്ടർ പട്ടിക ആരോപണത്തിൽ മറുപടിയുമായി ടി.പി. സെൻകുമാർ. തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി പരാജയപ്പെട്ടത് 20,000-ൽ താഴെ വോട്ടുകൾക്കാണ്. ഇരുമുന്നണികളും ആരോപിക്കുന്നത് പോലെ കള്ളവോട്ടുകൾ ചേർക്കാമായിരുന്നുവെങ്കിൽ ഇവിടെയും ആകാമായിരുന്നല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എല്ലാ ജില്ലകളിലെയും ഇലക്ട്രൽ രജിസ്ട്രാർ ഓഫീസർമാരെ ഇടത് സർക്കാർ നിയമിച്ചവർ തന്നെയാണെന്നും ടി.പി. സെൻകുമാർ എക്സിൽ കുറിച്ചു. ഇപ്പോൾ ടി.പി. സെൻകുമാർ തന്നെ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ ടി.പി. സെൻകുമാർ, നമുക്കറിയാം ഈ രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത് ദേശീയ തലത്തിൽ നിന്നുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മറുഭാഗത്ത് കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ബി.ജെ.പിയുടെ ഐതിഹാസികമായ വിജയം, ആ വിജയത്തിൻ്റെ പകിട്ട് കുറയ്ക്കുന്നതിനായി ഇപ്പോൾ അവിടെയും കള്ളവോട്ട് എന്ന ആരോപണം ഇടത് വലത് മുന്നണികൾ ഒരുപോലെ ഉയർത്തുന്നു. ഈ ഘട്ടത്തിലാണല്ലോ അങ്ങ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ A+ മണ്ഡലങ്ങളാണ്. തൃശ്ശൂർ പോലെ തന്നെ ബി.ജെ.പി ചൂണ്ടിക്കാണിക്കുന്ന 2 മണ്ഡലങ്ങളാണ്. അവിടെയും ബി.ജെ.പി പരാജയപ്പെട്ടിരിക്കുന്നത് നിസ്സാരമായ വോട്ടുകൾക്കാണ് എന്ന് കൃത്യമായി തന്നെ അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നു. പ്രതികരിക്കാം. അതെ, ഇപ്പൊ തൃശ്ശൂര് ഇതേപോലെ വ്യാജമായിട്ട് വോട്ട് ചേർത്തിട്ടാണ് ജയിച്ചതെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം 74,000-ലധികം വോട്ടുകൾക്കാണ് അവിടെ ശ്രീ സുരേഷ് ഗോപി ജയിച്ചത്. ഇപ്പൊ അവിടെ കാര്യമായിട്ട് ആൾക്കാരെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ അവിടെ കള്ളവോട്ട് ചേർക്കുന്ന ആൾക്കാർക്ക് അതിനേക്കാളും ഇപ്പൊ തൃശ്ശൂരിനേക്കാളും ഇത് കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്നതാണ് തിരുവനന്തപുരം, ആറ്റിങ്ങലും. അങ്ങനെയാണെങ്കിൽ അവിടെയല്ല ആൾക്കാരെ ഉള്ളിൽ ചേർക്കണ്ടേ. കാരണം തൃശ്ശൂര് കഴിഞ്ഞ തവണ 2019 സുരേഷ് ഗോപിക്ക് 1,20,000 വോട്ടിന്റെ കുറവുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതിനേക്കാളൊക്കെ കുറവായിരുന്നു. ഈ 2 മണ്ഡലങ്ങളിലും വളരെ നന്നായിട്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 17,000-ൽ താഴെ വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജയിക്കാവുന്ന 2 മണ്ഡലങ്ങളായിരുന്നു തിരുവനന്തപുരവും ആറ്റിങ്ങലും. അപ്പൊ അവിടെ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇത് മാത്രമല്ല, ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്ന് വെച്ചാൽ EVM, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിനെ പറ്റിയുള്ള അലഗേഷൻസ് ആയിരുന്നു ഇത്രനാളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം അതിലൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്തതിന് ശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ ക്ലിയർ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എഴുതിയിട്ടുണ്ട്. ഇനി അതിനെ പിടിച്ച് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ എന്താണ് പറയുന്നത്, ഇലക്ഷൻ കമ്മീഷനെ മോശമാക്കുക. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് 1950 തൊട്ട് 2023 വരെ ഈ കോൺഗ്രസിന്റെ കാലത്തും എല്ലാ കാലത്തും അതാത് സെൻട്രൽ ഗവൺമെന്റ്ക്ക് താല്പര്യമുള്ള ഓഫീസർമാരെ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷണേഴ്സായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 1984 ബി.ജെ.പിക്ക് 2 സീറ്റ് മാത്രം കിട്ടിയ സമയത്തും ഇലക്ഷൻ കമ്മീഷന് ഏതെങ്കിലും പാർഷ്യലാണെന്ന് ബി.ജെ.പി അന്ന് പറഞ്ഞിട്ടില്ല. 2 വോട്ട് സീറ്റ് മാത്രം കിട്ടിയ വർഷമായിരുന്നു 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അന്ന് പോലും ഒരു അലിഗേഷൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതിനുശേഷവും അതിന് മുമ്പും ഒക്കെ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ പോസ്റ്റ് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതാത് പ്രധാനമന്ത്രിമാരും അല്ലെങ്കിൽ അതാത് സെൻട്രൽ ഗവൺമെന്റും അവർക്ക് ആവശ്യമുള്ള ഓഫീസേഴ്സിന്റെ ലിസ്റ്റ് പ്രസിഡന്റിന് അയച്ചു കൊടുത്ത് പ്രസിഡന്റ് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ അതില് ഇത് ആർട്ടിക്കിൾ 324 അനുസരിച്ചാണ് ഈ നിയമനം നടക്കുന്നത്. അതിൽ പറഞ്ഞിരുന്നത് ടിൽ ദ പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് ആണ്. അപ്പൊ 2023 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ജഡ്ജ്മെന്റ് നൽകി. ആ ജഡ്ജ്മെന്റിൽ എന്തായിരുന്നു വെച്ചാല് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷണേഴ്സിനും ചീഫ് ഇലക്ഷൻ കമ്മീഷനും തെരഞ്ഞെടുക്കുന്നതിന് ഒരു കമ്മിറ്റി വേണം. ആ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി, ഓപ്പോസിഷൻ ലീഡർ, അതുപോലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അവരുടെ ഒരു കമ്മിറ്റി വേണം. ഇത് എങ്ങനെ എപ്പോ വരെയാണ്? ടിൽ പാർലമെന്റ് മേക്സ് എ ലോ. പാർലമെന്റ് ഈ നിയമം ആർട്ടിക്കിൾ 324 അനുസരിച്ച് ഒരു നിയമം ഉണ്ടാക്കുന്നത് വരെ. അപ്പൊ 2023 ഡിസംബറിൽ തന്നെ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി. ആ നിയമം അനുസരിച്ച് പ്രധാനമന്ത്രിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും പ്രധാനപ്പെട്ട ലോക്സഭയിലെ പ്രധാനപ്പെട്ട ഓപ്പോസിഷന്റെ ലീഡറും ഇവർ 3 ചേർന്ന ഒരു കമ്മിറ്റിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2023 വരെ 1950 ശ്രീ സുകുമാർ സെൻ അദ്ദേഹം ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാക്കി നിയമിച്ചതിന് ശേഷം 25ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് രാജീവ് കുമാർജ് അദ്ദേഹത്തിനെ നിയമിക്കുന്നവരെ ഈ നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഒരു കമ്മിറ്റി പോലും 2023 ശേഷമാണ് നിലയിൽ വിടുന്നത്. അപ്പോ
ഈ അതിനെപ്പറ്റി എന്ത് ആക്ഷേപമാണ് ഇപ്പൊ അന്നൊക്കെ ഉണ്ടായിരുന്നത്? അതുപോലെ തന്നെ ഇപ്പോഴും ഇത് പ്രധാനമായിട്ടും IAS ഓഫീസേഴ്സാണ്. അവര് സർവീസിന്റെ അവസാനമാണ്. 65 വയസ്സ് വരെയാണ് അവർക്ക് അതിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പണ്ടും ആക്ഷേപം ഉണ്ടാകണമല്ലോ. അപ്പൊ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ EVM പറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ മോശമാക്കി ഇന്ത്യയിലെ ഇലക്ഷൻ എല്ലാം ഇതാണെന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മണ്ഡലങ്ങളിൽ കള്ള വോട്ടർമാരെയും വ്യാജ വോട്ടർമാരെയും സൃഷ്ടിക്കുകയാണെങ്കിൽ BJPക്ക് എങ്ങനെയാണ് 303-ൽ നിന്ന് 240 സീറ്റായിട്ട് കുറഞ്ഞത്? കുറയ്ക്കാൻ വേണ്ടിയാണോ കള്ള വോട്ടർമാരെ ചേർക്കുന്നത്? അത് മാത്രമല്ല, UP പോലെ ഒരു സ്റ്റേറ്റില് അവിടെ BJP ഭരിക്കുന്ന സ്ഥലത്ത് അവിടെ 37 സീറ്റ് സമാജ്വാദി പാർട്ടിക്കും 6 സീറ്റ്, അവർക്ക് ആകെ 1 സീറ്റൊക്കെ കിട്ടാറുള്ളൂ, 6 സീറ്റ് കോൺഗ്രസിനും കിട്ടി. ഈ പറയുന്ന ശ്രീ രാഹുൽ ഗാന്ധി തന്നെ 4 ലക്ഷത്തിലധികം വോട്ടിനാണ്, ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചത്. അപ്പൊ അവിടെയൊക്കെ എന്താ സംഭവിച്ചത്? അപ്പൊ ഇതെല്ലാം നമ്മൾ കാണേണ്ടതാണ്. ഇത് വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. അതിന്റെ ഉദ്ദേശം ഇലക്ഷൻ ഇന്ത്യയിൽ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടക്കുന്നില്ല. ഇവിടെ ബംഗ്ലാദേശിലുണ്ടായിരുന്ന പോലെ ഇപ്പൊ ഇവിടുത്തെ മൗദൂദികളെ ഒക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് ജനങ്ങള് റോഡിലേക്ക് ഇറങ്ങാത്തത്, എന്താണ് ബഹളം ഉണ്ടാക്കാത്തത്? അപ്പൊ ഷെയ്ഖ് ഹസീനെ മാറ്റിയതുപോലെ ഇന്ത്യയിൽ ഒരു സംഭവം ഉണ്ടാക്കാമെന്നാണ് ഈ പലരും വിചാരിക്കുന്നത്. അപ്പൊ ഇതില് ആക്ച്വലി എനിക്ക് ചെറിയൊരു വിഷമമുള്ളത് BJPയുടെ ഭാഗത്തു നിന്നും ഇതിനെ ഫലപ്രദമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രചരണം നടത്തി കാണുന്നില്ല. ഇതാണ് സത്യം, ഇത് ജനങ്ങൾ അറിയണമെന്ന് കുറച്ചുകൂടി തീക്ഷ്ണമായിട്ട് തന്നെ എല്ലാ ലെവലിലും, ഗ്രൗണ്ടിലും, എല്ലാ താഴ്ന്ന തലങ്ങളിലും എല്ലായിടത്തും ജനങ്ങളെ മനസ്സിലാക്കുന്ന വിധത്തിൽ പ്രചരണം നടത്തേണ്ടതാണ്. കാരണം ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. അപ്പൊ ഇത്രയും നാളും ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതിൽ ഇവർക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ 2004 മുതൽ 2014 വരെ, 2014 മോഡിജി ഇലക്ഷൻ ജയിക്കുന്ന സമയത്ത് കോൺഗ്രസ് പോസ്റ്റ് ചെയ്ത ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിരുന്നില്ലേ അവര് ഇവരുടെ കൂടെ? പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവര് വന്നിട്ടല്ല ഓരോ സ്റ്റേറ്റിലും വോട്ടർമാരെ ചേർക്കുന്നതും പരാതി കേൾക്കുന്നതും, അതൊക്കെ അത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ തൃശ്ശൂര് അവിടുത്തെ റവന്യൂ മന്ത്രി അവിടുത്തെ മന്ത്രിയല്ലേ? അവിടെ കളക്ടർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? ഗവൺമെന്റ് അല്ലേ? റവന്യൂ മന്ത്രിയുടെ അറിവോടുകൂടിയല്ലേ അവിടെ കളക്ടർ പോസ്റ്റ് ചെയ്യുന്നത്? അദ്ദേഹം അവിടുത്തെ ചീഫ് ഡിസ്ട്രിക്ട് ഇലക്ടറൽ ഓഫീസർ. പിന്നെ ഈ വോട്ടർ പട്ടികയിൽ ആള് ചേർക്കുന്നത് ആരാണ്? ഇതെല്ലാം റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആൾക്കാർ ആരാണ് അവിടെ വരുന്നത്? അവരല്ലേ പോസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ അവരെ നിയന്ത്രിക്കുന്നത്? അവരെല്ലാം കേരള ഗവൺമെന്റിന്റെ ആൾക്കാരാണ്. അപ്പൊ അവര് കരുതിക്കൂട്ടി സുരേഷ് ഗോപി ജയിക്കണമെന്ന് വിചാരിച്ച് കള്ളവോട്ട് നിങ്ങൾ കൊണ്ടുപോവാ, ഞങ്ങൾ ചേർക്കാമെന്ന് പറഞ്ഞ് ചേർക്കുന്നതാണോ? അപ്പൊ എല്ലായിടത്തും, പ്രത്യേകിച്ച് LDF ഇത്രയും നാൾ 8 വർഷം ഭരിച്ചു കഴിഞ്ഞ് അവരുടെ ഓഫീസർമാർ എല്ലായിടത്തും ഇരിക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പൊ അത് ശരിയാണോ? അപ്പൊ എല്ലാ സ്റ്റേറ്റിലും ഇപ്പൊ ബാംഗ്ലൂരിലെ കാര്യം എടുത്തു നോക്കുക. ഈ ബാംഗ്ലൂരില് സംഭവിച്ചിരിക്കുന്ന അത് നമ്മൾ ദുലെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ സ്റ്റേറ്റിൽ എടുത്തു നോക്കുക. ദുലയിൽ എന്താണ് സംഭവിച്ചത്? അവിടെ 6 കോൺസ്റ്റിറ്റ്യുവൻസിയാണുള്ളത്. ആ 6 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 5 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJP ലീഡ് ചെയ്തു. 1,89,000 വോട്ടിന് 5 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ലീഡ് ചെയ്ത BJP കാൻഡിഡേറ്റ് 6ാമത്തെ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടുള്ള മലേഗാവ് സെന്ററിൽ അവിടെ BJP സ്ഥാനാർത്ഥിക്ക് 4,500 വോട്ടേ കിട്ടിയുള്ളൂ. 1,98,000 വോട്ട് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടി. അങ്ങനെ 3000 ചില്ലാൻ വോട്ടിന് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പൊ അത് കള്ളവോട്ട് മുഴുവൻ ചേർത്തിട്ടാണെന്ന് ഏതെങ്കിലും BJP-കാരൻ പറഞ്ഞോ? നിങ്ങൾ മലേഗാവ് സെന്ററിൽ നിങ്ങൾക്ക് 2 ലക്ഷത്തോളം വോട്ട് കിട്ടിയത്, BJPക്ക് 4,500 വോട്ടിൽ താഴെ കിട്ടിയത്, അത് നിങ്ങൾ കള്ളവോട്ട് ചേർത്തിട്ടാണെന്ന് BJP-കാരെങ്കിലും പറഞ്ഞു? ഇപ്പൊ ഈ വോട്ടർ ലിസ്റ്റിൽ ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകും. അതിനാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ഡ്രാഫ്റ്റ് വരുന്ന സമയത്ത് അതാത് പാർട്ടികൾക്ക് കൊടുക്കുന്നതും അതാത് ബൂത്ത് ലെവലിൽ. വളരെ നന്ദി ശ്രീ TP സെൻകുമാർ, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അങ്ങ് ചൂണ്ടിക്കാണിക്കുന്ന വിഷയം
വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം BJP രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുകയല്ല, BJP വിവിധ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിട്ടുമുണ്ട്. താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ കേരളത്തിൽ തന്നെ BJPയുടെ A+ കാറ്റഗറിയിൽ വരുന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ തുടങ്ങിയ ലോക്സഭാ മണ്ഡലങ്ങളിൽ ചുരുങ്ങിയ വോട്ടുകൾക്ക് BJP പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസും CPM-ഉം ആരോപിക്കുന്നത് പോലെ ഒരു വോട്ടെടുപ്പിൽ അട്ടിമറി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ A+ കാറ്റഗറി മണ്ഡലങ്ങളിൽ BJP വിജയിക്കേണ്ടതല്ലേ എന്ന പ്രസക്തമായ ചോദ്യമാണ് TP സെൻകുമാർ ഇവിടെ ഉന്നയിക്കുന്നത്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.